നമസ്കാരം, ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ആപ്കി അദാലത്തിൽ സംഗീത ലോകത്തെ ഒരു മായാവിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. തന്റെ സംഗീതത്താൽ ലോകത്തിന്റെ ദൃഷ്ടി ഇന്ത്യയിലേക്ക് തിരിച്ച ഒരു മായാജാലക്കാരൻ. ഹിന്ദി സിനിമകളിൽ അദ്ദേഹം തുടർന്ന് സൂപ്പർ ഹിറ്റ് പാട്ടുകൾ സൃഷ്ടിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ പേര് മാത്രം ഏതെങ്കിലും ഒരു ചർച്ചകളിൽ ഉൾപ്പെട്ടുകൊണ്ടേയിരിക്കും. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ അദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ പോവുകയാണ്. ജനങ്ങളുടെ ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ഉന്നയിക്കും. ഇന്നത്തെ ആപ്കി അദാലത്ത് തുടങ്ങുകയാണ്. പ്രശസ്ത സംഗീത സംവിധായകൻ ബപ്പി ലാഹിരി ആപ്കി അദാലത്തിൽ ഹാജരാകുന്നു. അതിനു മുൻപ് ഇന്നത്തെ ജഡ്ജിയായ കവിത നാഗ്പാൽ അനുവാദം തരികയാണെങ്കിൽ ഇന്നത്തെ വിചാരണ തുടങ്ങാം. വിചാരണ തുടങ്ങിയാണ്. ആപ്കി അദാലത്തിൽ ബപ്പി ലഹരിക്കെതിരായ ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ മ്യൂസിക് ഡയറക്ടർ ബപ്പി ലഹരിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം സംഗീതം മോഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ബപ്പി ലഹരി സർ, താങ്കൾ നൂറുകണക്കിന് സൂപ്പർ ഹിറ്റ് പാട്ടുകളാണ് കമ്പോസ് ചെയ്തത്. ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവർ പറയുന്നു ബപ്പി ലഹരി വളരെ ടാലന്റഡ് വ്യക്തിയാണെന്ന്. താങ്കൾ വലിയ വലിയ ഫിലിം സ്റ്റാർസിനൊക്കെ കമ്പോസ് ചെയ്തു കൊടുത്തു. 30,000 പാട്ടുകളുടെ റെക്കോർഡ്സും താങ്കളുടെ പക്കലുണ്ട്. പക്ഷെ ജനങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ താങ്കളുടെ തലച്ചോറ് കുറച്ച് പ്രയോജനപ്പെടുത്തി മോഷണത്തിലാണ് കൂടുതൽ തലച്ചോറ് പ്രവർത്തിപ്പിക്കുന്നത്. ഞാനൊരു മോഡേൺ മ്യൂസിക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. അതാണ് ഡിസ്കോ ബീറ്റ്. ഡിസ്കോ എന്ന് പറഞ്ഞ വാക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ഈ ഡിസ്കോ ഇന്ത്യയുമായി ബന്ധപ്പെട്ടതല്ല, ഇത് വിദേശത്തിൻ്റെതാണ്. താങ്കൾ വിദേശത്തുള്ളതെല്ലാം എടുത്തിട്ട് വന്നില്ലേ? മൈക്കിൾ ജാക്സന്റെ മ്യൂസിക് പോലും എടുത്തിട്ട് വന്നു. മൈക്കിൾ ജാക്സന്റെ ആ ബീറ്റ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ മിഥുൻ ചക്രവർത്തി മൈക്കിൾ ജാക്സനെ പോലെ ഡാൻസ് ചെയ്യും. അവിടെ എനിക്ക് കീർത്തനം വായിക്കാൻ പറ്റില്ലല്ലോ, ഭജനയും പറ്റില്ല, അതുപോലെ തന്നെ ഭാംഗ്ഡയും വായിക്കാൻ പറ്റില്ല. ടിപ്പിക്കൽ ഡയറക്ടർ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മൈക്കിൾ ജാക്സന്റെ ബീറ്റ് വേണമെന്ന്. സോ അതിനനുസരിച്ച് ഞാൻ മൈക്കിൾ ജാക്സന്റെ ബീറ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അതിൽ ഞാൻ വിജയിക്കുകയും ചെയ്തു. ജനങ്ങൾ താങ്കളെ വളരെയധികം സ്നേഹിച്ചു. പക്ഷെ അവരുടെ സ്നേഹം കൂടിയ സമയത്ത് താങ്കൾ കൂടുതൽ കോപ്പി അടിക്കാനും തുടങ്ങി. നിങ്ങൾ കോപ്പിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോഴുള്ള ഒരു കോപ്പിയല്ല, ഫോട്ടോ കോപ്പിയാണ് എടുക്കുന്നത്. കോപ്പി അല്ലാതെ ഞാൻ ഒറിജിനലായിട്ട് ഒരുപാട് മ്യൂസിക് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് നൽകാം. അതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാവും ബപ്പി ലഹരിയുടെ മേലെ ചുമത്തപ്പെട്ട ഈ കോപ്പി കാറ്റ് എന്ന കുറ്റം അത് അസത്യമാണ്. ലിസ്റ്റ് പറയൂ, ഞാൻ കോപ്പി ലിസ്റ്റ് പറയാം. തീർച്ചയായിട്ടും. ഒറിജിനൽ പാട്ട് നിങ്ങൾ കേട്ട് കാണും. ഞാൻ പറയാം. चलते चलते मेरे ये गीत याद रखना, कभी अलविदा ना कहना, कभी अलविदा ना कहना, किसी नजर को तेरा इंतजार आज भी है, मंजिले यार भी जगह है, रास्ते अपनी जगह, हर नैनों में सपना, सपनों में सजनी, सजनी पे दिल लग गया, कि सजनी पे दिल लग गया, प्यार का तोहफा तेरा बना है जीवन मेरा. एवरीबॉडी कम ऑन. प्यार का तोहफा तेरा बना है जीवन मेरा, दिल के सहारे हमें पालिए, जीने का और क्या चाहिए, तोहफा तोहफा तोहफा. ഇതുപോലെ ഒരുപാട് പാട്ടുകൾ നോക്കുകയാണെങ്കിൽ ഈ പാട്ട് ദൂർ ദൂർ തും രഹേ പുകാർത്തെ ഹം രഹേ ചലത്തെ ചലത്തെ സിനിമ പാട്ടാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയാം, എല്ലാവരുടെ മുൻപിലും വെച്ച് പറയാം. കോടതിയിൽ വെച്ച് പറയുന്നു ആ പാട്ട്. दूर दूर तुम रहे पुकारते हम रहे, आज क्यों रात यूं जाओ ना. After that tan tan tadan 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 tan tadan 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 tan tadan tan. റെയിൻ ഡ്രോപ്സിന്റെ ഒരു മ്യൂസിക് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഇൻസ്പയർ ആയി എന്റെ സ്റ്റൈലും അവരുടെ സ്റ്റൈലും ചേർത്ത് മിക്സ് ചെയ്തതാണത്. അതായത് പറയുകയാണെങ്കിൽ ഈ പാട്ട് നിങ്ങൾ കേട്ട് കാണാം. मेरे सपनों की रानी कब आएगी तू, तराटा राटा राटा टकीला तराटा राटा. ഇത് ആനാദൂനയിൽ വന്നതാ. आओ ट्विस्ट करे आओ आओ सम ओ चाबी चेका का ट्विस्ट.
इतना न मुझसे तू प्यार भरा तू मैं एक पागल आवारा सलील दाबी छाया में टारा टटा टारा टटा टारा टटा. സോ ഇതിൽ ടോട്ടൽ മ്യൂസിക് ഉണ്ട്. ഇതുപോലെ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, കുറ്റാരോപണം എന്നത് എന്നെക്കാളും സീനിയർ ആയവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരുടെ മുൻപിൽ ഞാൻ കുഞ്ഞാണ്. അതിനേക്കാളും നിങ്ങൾ ആദ്യം അവരോട് വരാൻ പറയൂ, അവർ ഈ ആപ്കെ അദാലത്തിലേക്ക് വരാൻ പറയൂ. നിങ്ങൾ എന്തിനു സ്വപ്ന കെ റാണി ചെയ്തു, നിങ്ങൾ എന്തിനു ആവോ ട്വിസ്റ്റ് ചെയ്തെന്ന് ചോദിക്കൂ. क्यों देखो अब तो तुमसा नहीं कि खबर. ഇത് ബ്രിട്ടീഷ് പാട്ടാണ്, നമ്മുടെ ശങ്കർ ജയകിഷൻ ചെയ്ത പാട്ടാണിത്. ഇതുപോലെ ഒരുപാട് പാട്ടുകൾ താങ്കൾ R.D. വർമ്മൻ സാറിന്റെ 2-3 പാട്ടുകൾ പോലും എടുത്തു. ഞാൻ കേട്ടത് താങ്കൾ അപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിൽ പുതിയതായിട്ട് വന്നതായിരുന്നു. അപ്പോൾ R.D. വർമ്മൻ സാർ ഒരു വലിയ മ്യൂസിക് ഡയറക്ടറും ആയിരുന്നു, പ്രസിദ്ധനായിരുന്നു. അപ്പോൾ പലരും പറഞ്ഞു R.D. വർമ്മൻ സാർ വിദേശത്തേക്ക് പോകുമ്പോൾ ബാഗ് നിറയെ CD എടുത്തുകൊണ്ട് വരുമെന്ന്. അങ്ങനെയൊന്നുമില്ല. ആ ബാഗിൽ നിന്നും CD-യുടെ വെയിറ്റ് താങ്ങാതെ വെളിയിലേക്ക് വന്ന CD എടുത്താണ് താങ്കൾ പാട്ടുണ്ടാക്കിയെന്ന് പറയും. ആ സമയത്ത് നോക്കുകയാണെങ്കിൽ പഞ്ചന്ത പിന്നെ ഞങ്ങൾ ശ്രമിച്ചു നോക്കി. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് മോഡേൺ മ്യൂസിക് ഇന്ത്യയിലെ യങ് ജനറേഷന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. യങ് ജനറേഷൻ ഇപ്പോ ഡിസ്കോ ഒക്കെ കാണുന്നുണ്ട്, ഇപ്പോ ഒക്കെ DJ റോക്ക് സോങ്സ് കേൾക്കുന്നുണ്ട്. ആ സമയത്ത് പ്രാക്ടിക്കലായിട്ട് ഇതൊന്നും ഇല്ലായിരുന്നു. സോ ആ സമയത്ത് അതിനനുസരിച്ച് ഞങ്ങൾ യങ് ജനറേഷനെ ഇൻസ്പയർ ചെയ്യും വിധം, അതായത് പഞ്ചം ഹരി ഓം ഹരി ഓം, അതെ, അതും താങ്കൾ ഹരി ഓം ഹരി വൺ വേ ടിക്കറ്റിന്റെ ഇൻസ്പിറേഷൻ ആയിരുന്നു അത്. ലൈക്ക് മെഹബൂബ മെഹബൂബ ഷോലയിൽ പഞ്ചംത ചെയ്തു. സോ ഇങ്ങനെയുള്ള പാട്ടുകളിൽ ഞങ്ങൾ ഒരുപാട് പറയാം. താങ്കൾ പഞ്ചംതയുടെ 2 കോപ്പി പറയൂ. അല്ല, അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം വലിയ മ്യൂസിക് ഡയറക്ടറാണ്, കമ്പോസറാണ്, അങ്ങനെ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും ചെയ്തിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ മ്യൂസിക് എന്നത് മോഡേൺ വിഷയം ഉണ്ടാക്കാൻ, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരു പുതിയ കാര്യം ഉണ്ടാക്കാൻ നമുക്ക് തീർച്ചയായും അവരുടെ സപ്പോർട്ട് ആവശ്യമായി വരുന്നു. അല്ലെങ്കിൽ നമുക്ക് മോഡേൺ മ്യൂസിക് ചെയ്യാനേ പറ്റില്ല. ബിക്കോസ് ഇപ്പൊ ഗിറ്റാർ ആണെങ്കിലും ഡ്രംസ് ആണെങ്കിലും അത് അവരുടെ പ്രോപ്പർട്ടിയാണ്. തബല നമ്മുടെ പ്രോപ്പർട്ടിയാണ്, സിത്താർ നമ്മുടെ പ്രോപ്പർട്ടിയാണ്, സർഗം നമ്മുടെ പ്രോപ്പർട്ടിയാണ്, ക്ലാസിക്കൽ മ്യൂസിക് നമ്മുടെ പ്രോപ്പർട്ടിയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു പാട്ടൊന്നും ഇൻസ്പയർ ആയി നമ്മൾ മോഡേൺ ജനറേഷനെ ഇൻസ്പയർ ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ താങ്കൾ ഇത് അംഗീകരിക്കുന്നുണ്ടോ? താങ്കൾ ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് പഞ്ചംത ചെയ്തത്, പിന്നെ R.D. വർമ്മൻ സാർ ചെയ്തത്, ഇതെല്ലാം തന്നെ താങ്കൾ കോപ്പി ചെയ്യാൻ തുടങ്ങി. ജനങ്ങൾ താങ്കളെ R.D. വർമ്മൻ സാറിന്റെ കോപ്പി കാറ്റെന്ന് വിളിക്കാനും തുടങ്ങി. അതായത് പറയുകയാണെങ്കിൽ, ഞാൻ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ എല്ലാ മ്യൂസീഷ്യൻസും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ R.D. വർമ്മൻ ബപ്പി ലഹരിയുടെ സ്പെഷ്യാലിറ്റി എന്തെന്നാൽ, ഞങ്ങൾ രണ്ടുപേരും മോഡേൺ മ്യൂസിക് കൊണ്ടുവന്നു. ഞങ്ങൾ അന്യോന്യം എവിടെയും വിട്ടുകൊടുത്തിട്ടില്ല. ബട്ട് ഐ റെസ്പെക്ട് R.D. ബർമൻ, കാരണം അദ്ദേഹം വളരെ ടാലന്റഡ് ആയ മ്യൂസിക് ഡയറക്ടറാണ്. അതുപോലെ തന്നെ ഇപ്പോഴും പഞ്ചന്തയുടെ മ്യൂസിക് എന്താ വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ എല്ലാ ഡിസ്കോയിൽ പോയാലും എന്റെ പാട്ടും പഞ്ചന്തയുടെ പാട്ടുമേ അവിടെ കേൾക്കൂ. അതിൽ പറയുകയാണെങ്കിൽ അവിടെ വേറെ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പാട്ടൊന്നും പോവില്ല. കാരണം ഞങ്ങൾക്ക് അതിൽ മോഡേൺ ബീറ്റ്, മോഡേൺ മ്യൂസിക്കിന്റെ സെൻസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ എല്ലാവരിലേക്കും കൊണ്ട് എത്തിച്ചു. 1980s താങ്കൾ വന്നത്. ആ സമയത്ത് R.D. വർമ്മൻ സർ വളരെ പ്രസിദ്ധനായിരുന്നു. അതിനുശേഷം മൊത്തം മ്യൂസിക് ഇൻഡസ്ട്രിയും താങ്കൾ കീഴടക്കാൻ തുടങ്ങി. അത് സത്യമാണ്. 73-ലാണെങ്കിൽ ജഗ്മേ ചൽത്ത ചൽത്ത റിലീസായി. അതിനുശേഷം തുടങ്ങിയത് നിങ്ങൾ പറയുന്നത് 80s ഡിസ്കോ, ഡാൻസ്, നമകലാൽ, ഹിമ്മത്ത് വാല, അതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള മ്യൂസിക് ആയിരുന്നു. അതിലൊന്നും ഒരു തരത്തിലുള്ള കോപ്പിയും ഉണ്ടാവില്ല. തൂഫാൻ, മവാലി, മക്സദ്, ഖൈദി നമ്പർ, ഖൈദി, ഗർഹോത്തോ ഐസ, മുദ്ദത്ത്, ഇതെല്ലാം ഡിഫറെന്റ് മ്യൂസിക് ആയിരുന്നു. ഫോക്ക് ഓറിയന്റഡ് ആയി. യാർ ബിന ചെയിൻ കഹാരെ സാഹിബ് സിനിമയിൽ അത് ഞാൻ ഫോക്കിൽ നിന്നും ഇൻസ്പയർ ആയി 2 പാട്ടിട്ടു. 2ഉം സൂപ്പർ ഹിറ്റ് ആയിരുന്നു. यार बिना चैन कहाँ रे, प्यार बिना चैन कहाँ रे, यार बिना चैन कहाँ रे, प्यार बिना चैन कहाँ रे, सोना ने की चांदी ने की यार तो मिला, अरे प्यार कर ले, अरे प्यार कर ले. വളരെ നന്ദി. പക്ഷേ താങ്കളുടെ പാട്ട് കോപ്പി ചെയ്ത സമയത്ത് താങ്കൾ എങ്ങനെ ദേഷ്യപ്പെട്ടു, ആ ദേഷ്യത്തിൽ താങ്കൾ എങ്ങനെ കോടതിയിലേക്ക് പോയി, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ എന്റെ പക്കലുണ്ട്. ഒരു വലിയ കുറ്റാരോപണത്തിന്റെ ലിസ്റ്റുണ്ട്. ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ബപ്പി ലഹരിയുടെ ഉള്ള അടുത്ത ചോദ്യം നമ്മൾ തുടരുന്നതാണ്.
ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രസിദ്ധ മ്യൂസിക് ഡയറക്ടറായ ബപ്പി ലഹരിയോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ മ്യൂസിക് ഡയറക്ടർ ബപ്പി ലഹരിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ പാട്ടുകളിൽ ആഴം കുറവും സ്റ്റൈൽ കൂടുതലുമാണ് എന്നുള്ളതാണ്. ബപ്പി സാർ, ആ കാലഘട്ടങ്ങളിൽ നോക്കുകയാണെങ്കിൽ ആപ് ജസ കോയി, മേരെ സിന്ദഗി മേ ആയേ എന്ന പാട്ട്, അതിലെല്ലാം ഒരു വ്യത്യസ്തമായ റിതം ഉണ്ടായിരുന്നു. അതായത് ജനങ്ങൾ പറയാറുണ്ട് ബപ്പി സാർ കമ്പോസ് ചെയ്യുന്ന പാട്ടുകളും അതുപോലെ മറ്റു മ്യൂസിക് ഡയറക്ടേഴ്സ് കമ്പോസ് ചെയ്യുന്ന പാട്ടുകൾക്കുള്ള വ്യത്യാസം ശബ്ദം കൂടുതലും മെലോഡി കുറവാണെന്നുള്ളതാണ്. അല്ല, ശബ്ദം ഇപ്പോഴാണ് അധികമായിരിക്കുന്നത്. ഞങ്ങൾ കൊണ്ടുവന്ന മെലോഡി ഡിസ്കോദ ഇങ്ങനെ ഇരിക്കും. അതായത് छोरो छोरो मेरी राहें मेरी बाहें आ ये है प्यार की हथकड़ी डिस्को स्टेशन डिस्को. ഈ പാട്ട് പറയുകയാണെങ്കിൽ വളരെ മെലോഡിയായ സോങ് ആണ്. വളരെ വലിയ ഹിറ്റായിരുന്നു ഈ പാട്ട്. ഞാൻ എപ്പോഴും എന്റെ വോയിസ് അപ്പിലാ വെക്കാം. അതാണ് എന്റെ ശീലം. എന്റെ മറ്റൊരു പാട്ട് കൂടിയുണ്ട്. रातें बाकी बातें बाकी होना है जो हो जाने दो. ഇതെല്ലാം നോക്കുകയാണെങ്കിൽ, അതായത് ആപ് ജൈസാ കോയി നെയ്യ് വന്നപ്പോൾ ആ സമയത്ത് ഒരു ഇൻസ്ട്രുമെന്റ് ഇൻട്രൊഡ്യൂസ് ആയി. ഞാൻ പിന്നെ ബിറ്റോ രണ്ടുപേരും പ്രാക്ടിക്കൽ ഡിസ്കോ മ്യൂസിക് കൊണ്ടുവന്നു. സുരക്ഷ എന്ന പടത്തിൽ മിഥുൻ ചക്രവർത്തി അഭിനയിച്ചു. അത് വലിയ ഹിറ്റായിരുന്നു. मौसम है गाने का. ഇങ്ങനെയുള്ള പാട്ട്. താങ്കൾ ഹോളിവുഡ് സിനിമകളിൽ നിന്ന് ഇൻസ്പയർ ആയാണ് സംഗീതം ഉണ്ടാക്കിയത്. അവിടെയുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ മ്യൂസിക് താങ്കൾ എടുത്തു. പക്ഷെ അവർ താങ്കളുടെ മ്യൂസിക്കിൽ ഇൻസ്പയർ ആയപ്പോൾ താങ്കൾ അവർക്കെതിരായിട്ട് കേസ് കൊടുത്തു. അതായത് നിങ്ങൾ എൻ്റെ എല്ലാ പാട്ടുകളും കേട്ട് കാണും. അതിൻ്റെ കുറ്റങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു. അതിൽ ഞങ്ങൾ കറക്റ്റായ നോട്ട്, അതായത് കറക്റ്റായ ഇൻസ്ട്രുമെന്റ് ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഹോളിവുഡ് പാട്ടിനെതിരെ കേസ് കൊടുത്തപ്പോൾ कलियों का चमन जब बनता है थोड़ा रेशम लगता है. പ്രമോദ് ചക്രവർത്തിയുടെ ജ്യോതി എന്ന് പറഞ്ഞ പടമാണിത്. ജീതേന്ദർ ഹേമജി അഭിനയിച്ചിരുന്നു. ആ പാട്ട് ലതാജി പാടിയിരുന്നു. ആ സെയിം ട്രാക്ക് എൻ്റെ മെഹബൂബയിൽ റെക്കോർഡ് ചെയ്തിരുന്നു. അത് യൂസ് ചെയ്തു. അത് അഡിക്റ്റീവ് ആയിരുന്നു ആ ആൽബത്തിൽ. അത് ഡോക്ടർ ഡ്രൂവിൻ്റെ ആൽബമായിരുന്നു. അപ്പൊ എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ അത് ഒറിജിനൽ ട്രാക്കായിരുന്നു. ഞാൻ എന്ത് വേണമെങ്കിലും കണ്ട് ഇൻസ്പയർ ആകാം. ജിമ്മി ജിമ്മി ആജ ആജ എന്നൊരു നോട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒറിജിനൽ ട്രാക്ക് എനിക്ക് എടുത്തുകൂടാ. അത് തെറ്റല്ലേ? പക്ഷേ അവർക്കെതിരായിട്ട് താങ്കൾ തുടർന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. 1.5 വർഷം അവിടുത്തെ കോടതിയിൽ താങ്കൾ പോയി വന്നുകൊണ്ടേയിരുന്നു. ജനങ്ങൾ മോഷ്ടാവിന് തേള് കുത്തിയതില്ലെന്നാണ്. ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ഇത് പിന്നെ നമ്മുടെ രാജ്യത്തുള്ളവർ, നമുക്ക് എതിരായിട്ടുള്ളവർ, അവരാരെങ്കിലും പറഞ്ഞു കാണും. പക്ഷേ വലിയ തോതിൽ പബ്ലിക് ഒന്നും, എന്നെ സ്നേഹിക്കുന്നവർക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതായത് ബപ്പി ലഹരി തനിക്ക് വേണ്ടിയല്ല കോടതിയിലേക്ക് പോയത്, ഇന്ത്യക്ക് വേണ്ടിയാണ് പോയതെന്ന്. ഇന്ത്യയുടെ പാട്ട് നമ്പർ 1, നമ്പർ 3 അമേരിക്കയിൽ വായിച്ചിരിക്കുന്നു. അതിൽ മ്യൂസിക് ഡയറക്ടറുടെ പേരിട്ടിരുന്നില്ല. സോ ഈ കേസിന് വേണ്ടി ഞാൻ കോടതിയിലേക്ക് പോയത്, അതായത് എനിക്ക് വേണ്ടിയല്ല പോയത്, ബപ്പി ലഹരിക്ക് വേണ്ടിയല്ല, മുഴുവൻ ഇന്ത്യക്ക് വേണ്ടിയാണ് പോയത്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് പോയത്. എൻ്റെ വിജയത്തിൽ അവരെൻ്റെ പേരിട്ടിരുന്നു. എൻ്റെ പേരിട്ടിട്ട് ഒറിജിനൽ കമ്പോസർ ബപ്പി ലഹരി എന്ന് ഇട്ടിരുന്നു. ഇപ്പോഴും സെറ്റിൽമെന്റ് ബാക്കിയുണ്ട്. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ അത് എപ്പോൾ വന്നാലും അത് എല്ലാവരുടെയും വിജയമാണ്, എൻ്റേത് മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉള്ളവരെ കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത്? താങ്കൾ 20 വർഷത്തിന് മുൻപ് ഇട്ട പാട്ടുകൾ വെച്ച് അതുകൊണ്ട് ഇപ്പോൾ ഉള്ള പടങ്ങളിൽ ഇൻസ്പയർ ആകുകയാണ്. അതായത് നിങ്ങൾ പറയുന്നത് സംഭവിക്കുന്നുണ്ട്. ധർമ്മേഷ് ദർശനോടെ പടം ദും ദിൽ കി ധഡ്കൻ ഹോ, ആ സിനിമയിൽ അതായത് പറയുകയാണെങ്കിൽ ഇതുവരെ നിങ്ങൾ പറഞ്ഞു എന്നെ എല്ലാവരും കോപ്പി കാറ്റ് അത് ഇതെന്നൊക്കെ പറയുന്നുണ്ടെന്ന്. ഇപ്പോ എന്റെ പാട്ട് വന്ന് सांसों से नहीं कदमों से नहीं मोहब्बत से चलती है दुनिया तो अब तुम दिल की धड़कन हो. ഈ പാട്ടാണെങ്കിൽ താങ്കൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കരൺ ജോഹറിന്റെ കുച്ചു കുച്ചു ഹോത്താഹായ് പോലുള്ള വലിയ സിനിമകളിൽ താങ്കളുടെ മ്യൂസിക് വെച്ച് ഇൻസ്പയർ ആയിരിക്കും. അതിൽ കുറച്ച് നോട്ടുകൾ എന്റേതുപോലെയായിരുന്നു. जाना कहाँ है प्यार यहाँ गए दरा डरा डरा डा कुछ कुछ होता है. ഇത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ചില നോട്ട്സ് പാട്ടുകൾ കമ്പോസ് ചെയ്യുമ്പോൾ, ഞാനാണെങ്കിൽ ചെറുപ്പത്തിൽ സലീൽ ദായെ ഫോളോ ചെയ്യുകയായിരുന്നു. എസ് ടി ബർമൻ സാറിനെ ഫോളോ ചെയ്തിരുന്നു. ആയിരിക്കാം ഇപ്പോൾ ഉള്ള കമ്പോസേഴ്സ്
പുതിയതായിട്ട് വന്ന ജൂനിയേഴ്സ് നല്ല പേരൊക്കെ അവർ സമ്പാദിച്ചിട്ടുണ്ട്, പ്രശസ്തരാണ്, ഹിറ്റ് സോങ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. എന്റെ അടുത്തുനിന്ന് ചില ഇൻസ്പിറേഷൻസ് അവർ എടുത്തിട്ടുണ്ടെങ്കിലും ലക്ഷ്മികാന്ത് പ്യാരേലാലിന്റെ അടുത്തുനിന്ന് എടുത്താലും നല്ലത് തന്നെ. ആഫ്റ്റർ ഓൾ ഞങ്ങൾ നൽകിയിരിക്കുന്നത് അവർക്ക് കുറച്ചുകൂടി എക്സ്റ്റെൻഡഡ് ആയിരിക്കും അല്ലേ? എന്റെ അടുത്ത് മറ്റൊരു എക്സാമ്പിളും ഉണ്ട്. മൊഹബത്തയുടെ സിനിമ ഹംകോ ഹമേഷേ ചുരാലോ. അതുപോലെ ഒരുപാടുണ്ട്. അതുപോലെ ഞാൻ ആരുടെ മേലും കുറ്റാരോപണം നടത്താൻ തയ്യാറല്ല. പക്ഷേ നിങ്ങൾ പറയുന്നു, തീർച്ചയായും ചില സമയത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ അത് എവിടെ നിന്നാണ് എടുത്തെന്നുള്ള കാര്യം പബ്ലിക്കിനോട് പറഞ്ഞാൽ നന്നായിരിക്കും. അതായത് എടുത്തു എന്നത് അതെ എന്റെ തീം മ്യൂസിക് ഇൻസ്പയർ ആയത്. ഈ പാട്ടാണെങ്കിൽ ഈ മ്യൂസിക് നോക്കുകയാണെങ്കിൽ ആനാ ജാനാ ലഗാ രഹേഗാ ദുഃഖ് ജായേഗാ സുഖ് ആയേഗാ करेगा जो भी भलाई के काम उसका ही नाम रह जाएगा. ഇതാണ് പാട്ട്. പക്ഷെ ഇതിൽ എന്റെ ഒരു തീം മ്യൂസിക് ഉണ്ടായിരുന്നു, മൗത്ത് ഓർഗണിൽ. ഈ പാട്ടാണെങ്കിൽ ഈ മ്യൂസിക് മുഴുവൻ പടത്തിലും ഉണ്ടാകും. അമിതാഭ് ജി, കമലഹാസനൊക്കെ ഉണ്ടായിരുന്നു. സോ തീം പാട്ടിൽ നിന്ന് മ്യൂസിക് മൊഹബത്ത് എന്ന പടത്തില് കുറച്ച് മാച്ച് ആകുന്ന പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഇൻസ്പിറേഷനാണ്. പക്ഷേ എനിക്ക് വളരെ സന്തോഷമാണ്, എന്റെ ഇപ്പോൾ ഉള്ള ജനറേഷൻ ഞങ്ങളെ ഫോളോ ചെയ്യുന്നു. ലക്ഷ്മി ജി, ആർ ഡി ബർമൻ എന്റെ പാട്ടുകളിൽ ഇൻസ്പയർ ആയി പുതിയ പാട്ടുകൾ ചെയ്യുന്നു. ഐ എം വെരി ഹാപ്പി. ഞാൻ അവരെ കുറ്റം പറയുകയില്ല. ഇങ്ങനെ ഒരാളുടെ പാട്ട് മറ്റൊരാൾ കോപ്പി ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യും എന്നുള്ളത് അവരോട് തന്നെ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇപ്പോൾ താങ്കൾ കുട്ടിക്കാലം മുതലേ ഇൻസ്പിറേഷൻ ആണെന്നൊക്കെ പറയുന്നു. അതായത് ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഇന്ന് താങ്കൾ മ്യൂസിക് കോപ്പി ചെയ്യുന്നു, നാളെ പാട്ടുകൾ കോപ്പി ചെയ്യും, പിന്നെ ഹോളിവുഡ് പടങ്ങളിൽ നിന്ന് കോപ്പി ചെയ്യും. ശേഷം ഇന്ത്യയുടേതായ എന്ത് അടയാളം ബാക്കിയുണ്ടാവും എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ആദ്യത്തേത് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ബോളിവുഡിൽ ഹോളിവുഡ് സ്റ്റോറി കോപ്പി ചെയ്യുന്നത് നിർത്തൂ. അവിടെ ഏത് പടം ഹിറ്റാവുന്ന അതാണ് ഇവിടെ ഉണ്ടാവുക. അത് നിർത്താൻ പറയൂ. ആൻഡ് പാട്ടുകൾ ഒറിജിനൽ സ്ക്രിപ്റ്റ് ആയിരിക്കണം. ഞാൻ അതാ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു സിനിമ വേണം ഉണ്ടാവാൻ. ഓരോ സബ്ജക്റ്റ് ഉണ്ടാവണം. ഓരോ മ്യൂസിക് ഡയറക്ടറും ഫുൾ ഇന്ത്യൻ മ്യൂസിക് അതിൽ നൽകണം. താങ്കളുടെ പാട്ടുകൾ ഹിറ്റായപ്പോൾ, താങ്കൾ വലിയ മ്യൂസിക് ഡയറക്ടർ ആയപ്പോൾ, ആ സമയത്ത് താങ്കൾ എന്താണ് ഇൻസ്പിറേഷനായിട്ട് എടുത്തതെന്ന് അറിയില്ല, എന്നാൽ ഡബിൾ മീനിങ് പാട്ടുകളാണ് ചെയ്തത്. അത് ഒരുപാട് ചെയ്തിട്ടുണ്ട്, ധാരാളം പാട്ടുകൾ. ലാൽ തുപ്പട്ടെ വാരി തേരെ നാം തോ പത്ത, അത് കുറച്ച് ഡബിൾ മീനിങ് പാട്ടായി വന്നു. എനിക്കും അത് അത്രയ്ക്ക് ഇഷ്ടമായില്ല. പക്ഷേ പാട്ട് വളരെ വലിയ ഹിറ്റായി. ഗുട്ടൂർ ഗുട്ടൂർ ആ സമയത്ത് ആ സോങ് വലിയ ഹിറ്റായിരുന്നു. ആ സമയത്ത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഈ ഡബിൾ മീൻ പാട്ടുകൾ ഒരു സീസൺ പോലെയായിരുന്നു. ഞാൻ എപ്പോഴും കാണും. ഞാൻ 32 വർഷമായിട്ട് ഫീൽഡിലുണ്ട്. പല ചേഞ്ചസും ഉണ്ടാകും. ഇപ്പോ നിങ്ങൾ പറഞ്ഞ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ ഈ ഒറിജിനൽ പാട്ട് ഭോജ്പുരി പാട്ടാണ്. ഷോരിനാമിൽ വളരെ വലിയ ഹിറ്റായിരുന്നു. ഗുട്ടൂർ ഗുട്ടൂർ പാട്ട് എങ്ങനെ ഉണ്ടായെന്ന് ജനങ്ങളോടൊന്ന് പറയും. ഞാനൊരു 2-3 പാട്ടുകൾ പാടാം. അതൊക്കെ ഡബിൾ മീനിങ് പാട്ടുകളാണ്. एक आंख मारू तो पर्दा हट जाए, दूजी आंख मारू कलेजा कट जाए, दोनों आंखें मारू तो छोरी पट जाए, छोरी पट जाए. അതിനുശേഷം ഈ പാട്ടും കുറച്ച് ഡബിൾ മീനിങ്ങിലാണ് ഉണ്ടായിരുന്നത്. ഈ പാട്ട് വളരെ വലിയ ഹിറ്റായിരുന്നു. അതിനുശേഷം മറ്റൊരു പാട്ട്, झोपड़ी में चार पाए मानुस बिना रोए परे, प्यार का कर ले हंगामा, निकल न जाए ये सुहानी घड़ी, जो 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 झोपड़ी में चार पाए. ഈ പാട്ട് മവാലിയിൽ. അതിനുശേഷം നിങ്ങൾ പറഞ്ഞ ഈ പാട്ട്, अरे चढ़ गया ऊपर रे अटरिया पे लोटन का भूतर रे, अरे पंछी दीवाना पाए जहाँ दाना, आयोगी मुड़ मुड़ के
अटरिया पे होए, अटरिया पे होए, अटरिया पे लोटन कबूतर रे। अरे गुटुर 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 हाय हाय गुटुर गुटुर. ഇതുപോലത്തെ പാട്ടുകൾക്ക് കമ്പോസ് ചെയ്തെന്ന് എന്തെങ്കിലും താങ്കൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്താന്നറിയില്ല, ആ സമയത്ത് ഈ ചോളി കെ പീച്ച പാട്ട് വന്നപ്പോ ആ സമയം തൊട്ട് ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ വരാൻ തുടങ്ങി. ചോലി കെ പീച്ച വന്ന് അതിനുശേഷം 6 മാസം കഴിഞ്ഞാണ് ഈ പാട്ട് വന്നത്. പ്രൊഡ്യൂസർ പിന്നെ വന്ന് പറഞ്ഞു, പപ്പീജി ഇതുപോലുള്ള പാട്ട് ഇട്ട് തരുമെന്ന്. ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള പാട്ടുകളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന്. ആ വാക്കുകൾ കേട്ട് 5 ഒരുമാതിരി ഫീൽ ചെയ്യും. പപ്പി ഇങ്ങനെയുള്ള പാട്ടുകളൊന്നും ചെയ്യില്ലെന്ന് പറയും. ഇതുപോലുള്ള ഡബിൾ മീനിങ് സോങ്സ് ഒന്നും ഒരുപാട് കാലം നിൽക്കില്ല, കുറച്ചു കാലേ പോകൂ. ഒരു 6 മാസം 8 മാസം കാലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം ആ സീസൺ കംപ്ലീറ്റ് ആയിട്ട് പോയി. പക്ഷേ ഇപ്പോൾ വരുന്ന റീൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത് വീണ്ടും ആ പാട്ടുകളിൽ ഡബിളിന് പകരം ത്രിബിൾ മീനിങ്ങിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. അതും ശരിയാ. റീമിക്സ് പാട്ടുകളൊന്നും മോശമല്ല, റീമിക്സിന്റെ വീഡിയോ ഉണ്ടല്ലോ അത് കുറച്ച് മോശമാണ്. താങ്കളുടെ സമയത്തൊക്കെ ഉണ്ടായിരുന്ന സംഗീതം കേൾക്കാൻ നല്ല ഇമ്പമുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള സംഗീതം അധികവും കാണാൻ മാത്രമാണ് ഭംഗിയുള്ളത്. ഇങ്ങനൊരു സിറ്റുവേഷനിൽ താങ്കൾ ഏത് ഭാഗത്താണ് നിൽക്കുക എന്ന് പറയൂ സർ. അല്ല, വിഷയം എന്താണെന്ന് വെച്ചാൽ പാട്ടുകൾ കാണുന്നു, കേൾക്കുന്നില്ല. നിങ്ങൾ TV ഓൺ ചെയ്ത് 10 പ്രാവശ്യം ആ പാട്ട് തന്നെ കണ്ടാൽ അത് ഹിറ്റാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആൽബം ചെയ്ത് നോക്കൂ, ഒരു പ്രാവശ്യം 50 പ്രാവശ്യം അത് പ്ലേ ചെയ്യൂ. കുറച്ച് കാശ് ചെലവാക്കി അതും ഹിറ്റാകും. ഡ്രസ്സൊക്കെ വളരെ കുറച്ചായിട്ട് ധരിക്കണം. അല്ലല്ല, അതായത് സിംഗേഴ്സ് ഒന്നും വസ്ത്രം കുറയ്ക്കേണ്ട കാര്യമില്ല. സിംഗേഴ്സിന് കോട്ടും സൂട്ടൊക്കെ ഇടാം. പുതിയ സ്റ്റൈൽ ഉണ്ടാക്കൂ. എന്റെ ചെയിൻ പോലെ ഒരാൾക്ക് തൊപ്പിയായിരിക്കാം, ഒരാൾക്ക് ബ്രേസ്ലെറ്റ് ആയിരിക്കാം. എന്തെങ്കിലും ഒരു സ്റ്റൈൽ ഉണ്ടാക്കൂ. ഒരു പുതിയ സ്റ്റൈൽ ഉണ്ടാക്കി ഒരു പുതിയ പാട്ട് ചെയ്യൂ, നിങ്ങൾ സ്റ്റാർ ആകും. ഇപ്പോൾ താങ്കൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒന്ന് ചെയ്തില്ലേ, ഫുട്ബോൾ ഫീവർ? അതെ അതെ, അത് വളരെ ഹിറ്റായിരുന്നു, ജനങ്ങൾ അത് കാണുകയും ചെയ്തു. അതിൽ നോക്കുകയാണെങ്കിൽ ഒരു രീതിയിലുമുള്ള ഡബിൾ മീനിങ്ങും ഇല്ല. സത്യത്തിൽ ജനങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന പാട്ടുകളാണ്. എന്നെ കൊണ്ട് കഴിയും വിധം ഞാൻ ശ്രമിച്ചു, കാരണം ഞാനൊരു ഫുട്ബോൾ ലവറാ. ആൻഡ് റിക്കി മാർട്ടിൻ ഒരു പാട്ട് പാടി ഒരു 4 വർഷങ്ങൾക്ക് മുൻപ്. ആ പാട്ട് സോ ഞാൻ എന്താ ആലോചിച്ചെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ നിന്നും ഫുട്ബോൾ വളരെ വലിയ നമുക്ക് ഇപ്പോ ഇന്ത്യയുടെ ഫുട്ബോൾ ടീം എന്ന് പറയാൻ ഒന്നുമില്ല. അതായത് വേൾഡ് കപ്പിൽ, അതായത് ഞാൻ എല്ലാ പ്ലേയേഴ്സിനെയും ഇൻസ്പയർ ചെയ്യണമെന്ന് വിചാരിച്ചു ഫുട്ബോളിൽ. അതുകൊണ്ടാണ് പറയുകയാണെങ്കിൽ ഞാൻ ഈ പാട്ട് കമ്പോസ് ചെയ്തത്. ഞാൻ നിങ്ങൾക്കായി അത് പാടി കാണിക്കാം. ഫുട്ബോൾ ഫീവർ നടന്നുകൊണ്ടിരിക്കുന്നു. ഓലേ 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 ഫുട്ബോൾ ഫീവർ, ഓലേ ഓലേ ഓലേ. കം ഓൺ എവരിബോഡി. ഓലേ 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 ഫുട്ബോൾ ഫീവർ, ഓലേ ഓലേ ഓലേ. ഫുട്ബോൾ ഈസ് അവർ ലൈഫ്, ഫുട്ബോൾ है जिंदगी. ब्राजील गोया जर्मन, इटालिया इंग्लैंड, अर्जेंटीना या फ्रांस, फुटबॉल से है रोमांस. ओले ओले ओले, इट्स फुटबॉल फीवर, ओले ओले ओले. താങ്ക് ഗോഡ്. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. ആൻഡ് ഞാൻ ഏതൊക്കെ ഫുട്ബോൾ ടീമിന്റെ പേര് പാടിയോ അത് രണ്ടും വലിയ തോതിൽ ഇറ്റലിയും ഫ്രാൻസും ഫൈനലിലെത്തി. ഞാൻ വെറും സപ്പോർട്ടറാണ്, പക്ഷെ എന്റെ സപ്പോർട്ട് എപ്പോഴും ബ്രസീലിനാണ്. വളരെ സങ്കടം തോന്നുന്നു, ഞാൻ പോകേണ്ടതായിരുന്നു. ജർമ്മനിൽ ഉണ്ടാവണമായിരുന്നു. എല്ലാ ടിക്കറ്റും ഞാൻ ക്യാൻസൽ ചെയ്തു. സത്യം പറയാണ്, ബ്രസീൽ തോറ്റപ്പോ ഞാൻ ഒരുപാട് വേദനിച്ചു. പക്ഷേ എനിവേ, ഇറ്റാലിയൻ ഫ്രാൻസ് ആ പാട്ടിലുള്ള 2 പേരും വന്നു. സോ കാണാം 9-ാം തീയതി എന്ത് സംഭവിക്കുമെന്ന്. കപ്പ് ആർക്കാണെന്ന് നോക്കാം. പപ്പി സാർ, താങ്കൾ ഇപ്പോൾ സംസാരിച്ചത് ഫുട്ബോളിനെ കുറിച്ചാണ്. പക്ഷേ താങ്കൾക്കെതിരായിട്ടുള്ള പല കുറ്റങ്ങളും ഇനി. അതിനെന്താ, ചോദിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം പപ്പി സാറിനെതിരായിട്ടുള്ള എന്തെല്ലാം കുറ്റങ്ങളുണ്ടെന്ന് നമുക്ക് വീണ്ടും നോക്കാം. ആപ്കി അദാലത്തിൽ ഇന്ന് ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രസിദ്ധ മ്യൂസിക് ഡയറക്ടറായ ബപ്പി ലഹരിക്കെതിരായിട്ടാണ്. ആപ്കി അദാലത്തിൽ മ്യൂസിക് ഡയറക്ടർ ബപ്പി ലഹരിക്കെതിരായ കുറ്റാരോപണം ഇദ്ദേഹം ഗിമിക്സ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്.
ബപ്പി സാർ, ജനങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ താങ്കൾ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഡ്രാമയും ചെയ്യുന്നുണ്ടെന്ന്. താങ്കളുടെ ഈ സ്റ്റൈലും കണ്ണാടിയും അതുപോലെ മുടിയും. ഇല്ല, ഇത് നല്ല കാര്യം തന്നെയല്ലേ. അതായത് നോക്കുകയാണെങ്കിൽ വേൾഡിൽ ബീറ്റിൽസ് അവർക്ക് അവരുടെ സ്റ്റൈൽ ഉണ്ടായിരുന്നു. എൽവി പ്രസ്ലേക്ക് ഒരു തനി സ്റ്റൈൽ ഉണ്ടായിരുന്നു. മൈക്കിൾ ജാക്സൺ ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട സിംഗറായ അതായത് റിക്കി മാർട്ടിൻ, അദ്ദേഹത്തിന് സ്റ്റൈൽ ഉണ്ടായിരുന്നു. സോ ഞാൻ ചെറുപ്പം തൊട്ടേ എൽവി പ്രസ്ലിയുടെ ഫോളോവർ ആയിരുന്നു. എനിക്ക് ചെറുപ്പം തൊട്ടേ ഒരു സ്വപ്നമുണ്ടായിരുന്നു. ഞാനൊരു സിംഗറല്ല, ഞാനൊരു കമ്പോസറാണ്. ഐ എം എ സിംഗർ, ഐ എം എ കമ്പോസർ. സോ ഇതിൽ രണ്ടിലും നല്ല പേര് വന്നാൽ എനിക്കായിട്ട് ഒരു ഇമേജ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ എന്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്തത്. ദിസ് ഈസ് ബപ്പി ലഹരി, ദാറ്റ്സ് എ ഗോൾഡൻ മാൻ. 4-5 കിലോ സ്വർണം ധരിക്കുന്ന ഇമേജ്. ഗോൾഡ് മാൻ എന്ന് പറയാം. സ്വർണം എനിക്ക് വളരെ ലക്കിയാണ്. ഒരു വലിയ ആർട്ടിസ്റ്റ്, അദ്ദേഹം ഇപ്പോൾ ഭൂമിയിലില്ല, രാജ്കുമാർ സർ. അദ്ദേഹത്തെ താങ്കൾ കാണാൻ പോയപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ ഇത്, കയ്യിൽ മുഴുവൻ മോതിരമാണല്ലോ, ഇത്രയും സ്വർണം ധരിച്ചിരിക്കുന്നു. ഞാൻ ഷേക്ക് ഹാൻഡ് കൊടുക്കില്ല, കാരണം ഒരു സ്ത്രീയെ പോലെ ഉണ്ടെന്ന്. അത് സത്യമാണ്. അദ്ദേഹത്തിന് അങ്ങനെ തോന്നി. കഴുത്തിൽ ഇത്രയും മാലകൾ ഇട്ടതുകൊണ്ട് അദ്ദേഹത്തിന് മേ ബി ഒരു പെണ്ണായി തോന്നിക്കാണാം. ഇപ്പോ ഞാൻ ഇതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പോ ഏകദേശം 1 വർഷം മുമ്പ് ഞാൻ ലണ്ടനിലായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാൻ കോട്ട് ധരിച്ചിരുന്നു. എന്റെ സ്വർണ്ണമാലകളൊക്കെ കോട്ടിനകത്താ മറഞ്ഞിരുന്നത്. അപ്പൊ ചില ആളുകൾ എന്നോട് ഒന്ന് ചോദിച്ചു, ആർ യു ബപ്പി ലഹരി? ഞാൻ ചോദിച്ചു, എന്നെ കണ്ടിട്ട് ബപ്പി ലഹരിയെ പോലെ ഇല്ലേ എന്ന്. അല്ല, കണ്ടിട്ട് അതുപോലെ തന്നെയുണ്ട്, പക്ഷെ നിങ്ങളുടെ സ്വർണ്ണ ചെയിനുകളൊക്കെ എവിടെയെന്ന്. ഇവിടെ നല്ല തണുപ്പാണ്, അതാ അകത്തോട്ടെടുത്ത് ഇട്ടെന്ന്. യു വാണ്ട് ടു സീ? കണ്ടോളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ ബപ്പി ലഹരിയാണെന്ന് പറഞ്ഞ ഇതൊരു ട്രേഡ് മാർക്കായി മാറി. വേറൊന്നുമില്ല, ബപ്പി ലഹരിയെ കണ്ട ഗോൾഡ് കണ്ട പോലെ ഇരിക്കണം. ഇത് സത്യമാണോ? താങ്കളുടെ ഗോൾഡ് ലോക്കറ്റ് ഒരിക്കൽ മൈക്കിൾ ജാക്സൺ ചോദിച്ചെന്ന്? യെസ്, ഓഫ് കോഴ്സ്. ബോംബെയിലേക്ക് ഒരു പ്രാവശ്യമേ വന്നിരുന്നുള്ളൂ. ഞാൻ അദ്ദേഹത്തെ കാണാനായി പോയിരുന്നു. ഇത് എൻ്റെ ഗണപതിയുടെ ലോക്കറ്റാണ്. ഇത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. സോ അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ ആലോചിച്ചു, ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു പ്രോഗ്രാമിൽ എൻ്റെ ചെയിൻ അഴിച്ച് ഞാൻ അങ്ങനെ കൊടുത്തു കളഞ്ഞു. സുനാമിക്ക് വേണ്ടി ഒരു ഗോൾഡ് ചെയിൻ എടുത്ത് ഞാൻ കൊടുത്തു. പക്ഷേ ഇത് ഞാൻ കൊടുത്തില്ല, കാരണം ഗണപതി എനിക്ക് വളരെ ലക്കിയാണ്. അതുകൊണ്ട് ഞാൻ മൈക്കിൾ ജാക്സൺ ഈസ് എ ബിഗ് സ്റ്റാർ. അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ഫാന്റാസ്റ്റിക് എന്ന് പറഞ്ഞു. ഞാൻ എന്ത് വിചാരിച്ചെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എല്ലാം ഉണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ ഈ ദൈവം മാത്രമേ ഉള്ളൂ. ദൈവത്തെ ഞാൻ എങ്ങനെ കൊടുക്കും? ബപ്പി സാർ, താങ്കൾ തുടക്കം മുതലേ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ലോകത്തിലെ വലിയ വലിയ സ്റ്റാറുകളെ, അതായത് ബോയ് ജോർജസിനെ പോലുള്ള ആൾക്കാരെ. ബോയ് ജോർജിയസ്, അതിനു മുൻപ് വന്നത് സമന്ത ഫോക്സ്, റോക്ക് ഡാൻസർ പടത്തിൽ. അതിലും ഒരു ഡബിൾ മീനിങ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാമല്ലേ? You are my chicken fry, you are my fish fry, kabhi na kehna mundiye bye bye bye. അതിൽ മറ്റൊരു പാട്ട് കൂടി ഉണ്ടായിരുന്നു, Traffic jam. ആ പാട്ട് വളരെ നന്നായിരുന്നു. സോ അതിൽ സമന്ത ഫോക്സ് വന്നിരുന്നു. ഫസ്റ്റ് ടൈം ഞാൻ ലണ്ടൻ പോപ്പ് സ്റ്റാറെ വിളിച്ചുകൊണ്ട് വന്നിരുന്നു. അതിനുശേഷം ബോയ് ജോർജ്. പിന്നെ എന്റെ വരാനിരിക്കുന്ന പടം ദീവാന ഹോമേ തരാമേ. ബോയ് ജോർജ്, അപ്പാച്ചി ഇന്ത്യൻ, രണ്ടുപേരും വരുന്നു. താങ്കൾ ഇത്രയ്ക്ക് വലിയ സ്റ്റാറുകളെയൊക്കെ ഇവിടേക്ക് കൊണ്ടുവന്നു, പക്ഷേ ഇന്ത്യയിലുള്ള പുതിയ സിംഗേഴ്സിനെ താങ്കൾ പ്രൊമോട്ടും ചെയ്തില്ല, ഒരു വിധത്തിലുള്ള സഹായവും ചെയ്തില്ലല്ലോ. ഞാൻ ഒരു കമ്പോസർ, ലതാജി, ആശാജി, ഇവരോടൊക്കെ ചേർന്ന് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. റഫി സാബ്, കിഷോർ കുമാർ ജി, അദ്ദേഹത്തിന്റെ അവസാനത്തെ പാട്ട് പാടി, ലാസ്റ്റ് സോങ് ഓഫ് ഹിസ് ലൈഫ്. വത്കി ആവാസ് എന്ന് പറഞ്ഞ പടത്തിലെ പാട്ടുപാടി. വൈകുന്നേരം 6 മണിക്ക് അടുത്ത ദിവസം അദ്ദേഹം മരിച്ചുപോയി. ഞാൻ പുതിയ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ കേട്ട് കാണും, കോയി ആഹിന നാച്ചേ നാച്ചേ, ഉഷ ഉദുപ്. ഫസ്റ്റ് ടൈം ഞാൻ അവർക്ക് ഹിന്ദിയിൽ ഒരു ചാൻസ് നൽകി. ഹരേ രാമ ഹരേ കൃഷ്ണയിൽ പഞ്ചംത, ധമ്മരഥം ഇംഗ്ലീഷിലായിരുന്നു. ആലിഷ ചിൻഹായ് ടാർസനിൽ. Tarzan, my Tarzan. ആ പാട്ടിൽ ഞാൻ ആദ്യത്തെ ബ്രേക്ക് നൽകി. സൽമാഹ, ये रात में जो मजा है, मजा ये कुछ नया नया. റുണലേല, സൂപ്പർ റുണ ആൽബം ചെയ്തു. അതിനുശേഷം പാർവതി ഖാൻ, ജിമ്മി ജിമ്മി ആജ ആജ, ശരൺ പ്രഭാകർ, हमेली जैसी हंसी. സോ ഇങ്ങനെ വിജയ് ബെനറ്റിക്, ഡിസ്കോ ഡാൻസർ, പാലി പ്രഭാത്. അദ്ദേഹത്തെ ഞാൻ അവസാനം ലണ്ടനിൽ നിന്നും വിളിച്ചുകൊണ്ട് വന്നു. താങ്കൾ വിറ്റ്നി ഹ്യൂസ്റ്റന്റെ കൂടെ പാട്ട് പാടാനുള്ള പദ്ധതി നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. വിറ്റ്നി ഹ്യൂസ്റ്റൺ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.
ഞാൻ അവർക്ക് എല്ലാ ട്രാക്സും അയച്ചിട്ടുണ്ട്. 5 ട്രാക്സ് അയച്ചിട്ടുണ്ട്. എൻ്റെ അറിവിൽ ഈ ആഴ്ചക്കുള്ളിൽ അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. ഒരൊറ്റ പ്രാവശ്യം അവരുമൊത്ത് വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഐ വാണ്ട് ഗ്രാമി അവാർഡ്. അതെൻ്റെ സ്വപ്നമാണ്. പക്ഷേ കുറ്റാരോപണത്തിൽ കുറവൊന്നും വന്നിട്ടില്ല. ഇപ്പോ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. തീർച്ചയായും. നമ്മൾ ഈ ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്ന് ബപ്പി ലഹരിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. ആപ്കി അദാലത്തിൽ ചോദ്യശരങ്ങൾക്ക് നടുവിലിരിക്കുന്നത് സൂപ്പർ ഹിറ്റ് മ്യൂസിക് ഡയറക്ടറായ ബപ്പി ലഹരിയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ മ്യൂസിക് ഡയറക്ടർ ബപ്പി ലഹരിക്കെതിരായ കുറ്റാരോപണം. ഇദ്ദേഹം ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി എന്നുള്ളതാണ്. ബപ്പി സാർ, ഒരു കാലത്ത് താങ്കൾ ഇടുന്ന ഓരോ പാട്ടുകളും ദേ ദേ പ്യാർ ദേ, ചൽത്തേ ചൽത്തേ, ഇങ്ങനെ തുടർന്ന് എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു. പക്ഷെ കഴിഞ്ഞ 4-5 വർഷമായിട്ട് താങ്കൾ കമ്പോസ് ചെയ്ത ഒരു പാട്ട് പോലും സൂപ്പർ ഹിറ്റ് ആയിട്ടില്ലല്ലോ. എൻ്റെ സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്നത് എൻ്റെ സക്സസ് തന്നെ ഇതാണ്. 3 വർഷങ്ങളായി സൂപ്പർ ഹിറ്റ് ആയിട്ട് എൻ്റെ സോങ്സ് ആണ് റീമിക്സ് ചെയ്ത് നൽകുന്നത്. ഇസഡ് രാത് ബാക്കേ, യാദ് ബിനാചേൻ കഹാരെ, അതുപോലെ സിനിമാ പാട്ടുകൾ. അത് ഞാൻ 2005 ഒരു പടം വന്നിരുന്നു, മേനെ ഗാന്ധിക്കോ നഹി മാറ. അത് എൻ്റെ ഒരു പ്രസ്റ്റീജിയസ് പടം എന്ന് തന്നെ പറയാം. അതിനുവേണ്ടി ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന് അത് വളരെ ഇഷ്ടമായി, ക്രിട്ടിക്സിന് ഇഷ്ടമായിരുന്നു. അതിനുശേഷം ഞാൻ കുറെ ചൂസിയായി. സോ ഇപ്പോഴൊക്കെ ഒരു പടത്തിൽ 3-4 മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. ഓരോ പാട്ടും ഒരു കാലഘട്ടത്തിൽ ഗിന്നസ് റെക്കോർഡ് ഓഫ് വേൾഡ് റെക്കോർഡ് ബുക്കിൽ താങ്കളുടെ പേരുണ്ടായിരുന്നു. അതായത് ഒരു വർഷത്തിനുള്ളിൽ 37 ഫിലിംസ് ഇൻ 1 ഇയർ, 1987-ൽ. ഒരു വർഷത്തിനുള്ളിൽ താങ്കൾ 37 സിനിമ ചെയ്തിരിക്കുന്നു. അതെ. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ താങ്കളുടെ പേര് വന്നു. 30,000-ൽ മേൽ പാട്ടുകൾക്ക് കമ്പോസ് ചെയ്തു. പക്ഷേ ഇപ്പൊ എന്ത് പറ്റി? ബപ്പി സാറിന്റെ കാറ്റഴിച്ചു വിട്ടു. ഇപ്പൊ എന്താന്ന് വെച്ചാ, കാറ്റാണെങ്കിൽ മുഴുവൻ പോയി. ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ ആ ഗോൾഡൻ എറയിൽ ഒരുപാട് പടങ്ങൾ പ്രൊഡക്ഷനിലുണ്ടാവും. പക്ഷെ ഇപ്പൊ എല്ലാം കുറഞ്ഞു. ആ സമയത്ത് പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു 100 പടങ്ങൾ ഉണ്ടാകും. ലക്ഷ്മികാന്ത് പ്യാരലാൽജിയുടെ കയ്യിൽ ഒരു 100 പടങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ അടുത്ത് എൻ്റെ അറിവിൽ ഏകദേശം അവിടെ ഇവിടെ നിന്ന് ഒരു 300 പടങ്ങൾ ഒരു വർഷത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ പടങ്ങൾ ഒരുപാട് കുറഞ്ഞു. പക്ഷെ ഒരു പാട്ട് ഹിറ്റായാൽ, ഒരു പടം ഹിറ്റായാൽ, ഒരു വർഷത്തിന് ആവശ്യമുള്ളതെല്ലാം അതിൽ നിന്ന് തന്നെ വരും. അക്കാലത്ത് 12 പടങ്ങളെങ്കിലും സിൽവർ ജൂബിലിയിൽ ഉണ്ടാകും ഒരു വർഷത്തിൽ. പക്ഷെ ഇപ്പോഴൊന്നും അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. ഒരു ഒറ്റ പടം ഹിറ്റായാൽ തന്നെ മതി. ഫിലിം ഫെയറിലോ മറ്റേതെങ്കിലും മത്സരത്തിലോ വേറെ ഏതെങ്കിലും അവാർഡ് ഫംഗ്ഷനിലോ അത് ആ നോമിനേഷനെ വരൂ. പക്ഷെ ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഒരുപാട് പടങ്ങളിൽ ജോലി ചെയ്തു. ഹിന്ദിയിൽ മാത്രമല്ല, ബംഗാളി, തെലുഗു, തമിഴ്, കന്നഡ. പക്ഷെ ഇപ്പം നോക്കുകയാണെങ്കിൽ വളരെ സെലക്റ്റഡ് ആയ പടങ്ങൾ. ഞാനിപ്പോൾ എങ്ങനെയാണ് ജോലി നോക്കുന്നതെന്ന് വെച്ചാൽ, ആരുമായി എനിക്ക് കണക്ടിവിറ്റി ഉണ്ടാകുന്നുവോ, അതായത് പറയുകയാണെങ്കിൽ ഞാൻ 440 പടങ്ങൾ ചെയ്തു. ഇപ്പോൾ ഞാൻ എൻ്റെ ജൂനിയേഴ്സിനൊപ്പം പോയിരുന്ന് ജോലി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആരെന്നെ ബഹുമാനിച്ച് ജോലി നൽകുന്നുവോ, ബഹുമാനത്തോടെ എന്നെ സ്വാഗതം ചെയ്യുന്നുവോ, പപ്പി വേണം, നിങ്ങൾ തന്നെ വേണം, വന്ന് ഈ പാർട്ടി ചെയ്തു തരൂ എന്ന് പറഞ്ഞാൽ, ഇപ്പോഴൊക്കെ ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, ഇൻഡസ്ട്രിയിൽ ഒരു പ്രത്യേക മര്യാദയുണ്ട്. ആരെയാണോ ഞാൻ യങ് ഡയറക്ടറായി കണ്ടത്, അവരൊക്കെ ഇന്ന് വലിയ ഡയറക്ടേഴ്സായി മാറി. പറയുകയാണെങ്കിൽ രാജ്കുമാർ സന്തോഷ് ജി, ഡേവിഡ് ധവാൻ ജി, ഇവരൊക്കെ യങ്സ്റ്റേഴ്സാണ്, സൂപ്പർ സ്റ്റാർ ഡയറക്ടേഴ്സാണ്. സോ ഇപ്പോൾ ഞങ്ങൾ പറയുകയാണെങ്കിൽ ഒരു പീരീഡ് കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. അതുകൊണ്ട് ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അവരൊക്കെ ഏതെങ്കിലും ഒരു മ്യൂസിക് ഇഷ്ടപ്പെട്ട് ചോദിച്ചാൽ എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യും. ഞാനൊരിക്കലും ജോലി ചോദിച്ച ആരെയും വിളിക്കില്ല, എനിക്ക് ബാനർ വേണമെന്ന് പറഞ്ഞ്. ഇപ്പോഴാണെങ്കിൽ, അതായത് പറയുകയാണെങ്കിൽ, വലിയ വലിയ ബാനേഴ്സൊക്കെ വിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഈ ബപ്പി ലഹരി ഇന്ന് പല ഹിറ്റ് സോങ്സ് നൽകിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ചൂസ് ചെയ്യാതിരിക്കുന്നത്. ഇപ്പോൾ റീമിക്സ് ഒക്കെ കേൾക്കുമ്പോൾ എല്ലായിടത്തും താങ്കളുടെ പാട്ടുകളാണ് കേൾക്കുന്നത്. അങ്ങനെ നോക്കിയാൽ താങ്കൾ അന്ന് ഇട്ട പാട്ടുകളെല്ലാം ഇപ്പോഴും റെലവന്റ്. അതെ, അതാണ് സത്യം. അതെ, അതാണ് എൻ്റെ ക്രെഡിറ്റായി ഞാൻ വിചാരിക്കുന്നത്. എൻ്റെതല്ല, ദൈവം നൽകിയതാണ്. ജനങ്ങളുടെ സ്നേഹം,
ആ പാട്ടുകൾ ഇതുവരെ, അതായത് 85-ൽ ചെയ്ത പാട്ട് അത് ഇപ്പോഴും 18 വയസ്സുള്ള പിള്ളേർ ഡിസ്കോയിലിട്ട് ഡാൻസ് കളിക്കുന്നു. സോ സത്യത്തിൽ ഇതൊരു വലിയ കാര്യം തന്നെയാണ്. ഞാൻ 25 വർഷം മുമ്പ് ചെയ്ത മ്യൂസിക് അത് അവരിപ്പോഴും കേൾക്കുന്നു. അത് സന്തോഷമുള്ള കാര്യമാണ്. റീമിക്സ് പാട്ടുകൾ ജനങ്ങൾക്കൊന്ന് പാടി കേൾപ്പിക്കാൻ പറ്റുമോ? ഗോരി ഹേ കലയ അതുപോലത്തെ പാട്ടുകൾ. ഈ പാട്ട് പറയുകയാണെങ്കിൽ 1991-ൽ സൂപ്പർ ഹിറ്റ് ആയിരുന്നു, ആജ് കാ അർജുൻ എന്ന പടത്തിൽ. ആ പാട്ടാണെങ്കിൽ गोरी है कलैया तुला दे मुझे हरी हरी चूड़िया अपना बना ले मुझे बालना. ഈ പാട്ടാണെങ്കിൽ ഇപ്പോഴാണ് റീമിക്സ് ചെയ്തിരിക്കുന്നത്. റീമിക്സ് ആരാ ചെയ്തതെന്ന് വെച്ചാൽ എന്റെ മകൻ പപ്പ ലഹരിയാ ചെയ്തിരിക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചതിന് ബപ്പ പറഞ്ഞു, ഡാഡി നിങ്ങളുടെ പാട്ടുകൾ ഓരോരുത്തർ റീമേക്ക് ചെയ്ത് അത് വേൾഡ് ലെവലിൽ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു, എനിക്കെന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ശരി നീ ചെയ്തോ, അണ്ടർ ദ ഗൈഡൻസ് ഓഫ് മീ. പാട്ട് നശിപ്പിക്കരുതെന്ന് പറഞ്ഞു. എല്ലാ ഡിസ്കോത്തിലും ഈ പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. ഇത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. 90s പാട്ട് ഇപ്പോൾ ഉള്ള ഡിസ്കോയിൽ എല്ലായിടത്തും പ്ലേ ചെയ്യുന്നു. ഈ വർഷത്തെ ഒരു ഹിറ്റ് സോങ് ഞാൻ നിങ്ങൾക്ക് പാടി കാണിക്കാം. अरे लाख लाख रोज आके बस जाते गए इस शहर में दिल लगा के बस जाते गए सोने की राहों पे सोने को जगह नहीं शोला है यहाँ गए बिजुड़िया दिल की बजरिया ഒച്ചയ്ക്ക് പാടൂ. शोला है दिल की बजरिया दिल की बजरिया. ദിസ് ഈസ് മൈ സക്സസ്. ചെറിയ കുട്ടികൾ പോലും ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷം ഇതുപോലുള്ള ഒരുപാട് പാട്ടുകൾ വരുന്നു. ഇത് തന്നെയാണ് എന്റെ ആഗ്രഹവും. നിങ്ങൾ ചോദിച്ച പോലെ ദൈവത്തിന്റെ ഈ ലോക്കറ്റിന്റെ അനുഗ്രഹമാണിതെല്ലാം. എല്ലാം ആ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അദ്ദേഹമില്ലാതെ ഞാനില്ല. ഈ ബപ്പി ലഹരിക്ക് എല്ലാവരും ഇതുപോലെ തന്നെ ആദരിക്കണം. ആ സ്നേഹം എനിക്ക് എപ്പോഴും വേണം. ജനങ്ങൾക്ക് വേണ്ടി താങ്കളോട് പല ചോദ്യങ്ങളും ചോദിച്ചു. താങ്കൾ കൃത്യമായ ഉത്തരം നൽകി. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഇന്നത്തെ നമ്മുടെ ജഡ്ജിയായ കവിത നാഗ്പാലിന്റെ ജഡ്ജ്മെന്റ് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി വിചാരണ നടത്തിയത് സൂപ്പർ ഹിറ്റ് മ്യൂസിക് ഡയറക്ടറായ ബപ്പി ലഹരിയോടായിരുന്നു. പല ചോദ്യങ്ങൾ ചോദിച്ചു. വെസ്റ്റേൺ മ്യൂസിക് താങ്കൾ എന്തുകൊണ്ടാണ് കോപ്പി അടിക്കുന്നതെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹത്തിന്റെ ഗിമിക്സിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സ്റ്റൈലിനെ കുറിച്ചും നമ്മൾ ചോദിച്ചു. ഇപ്പോൾ ആപ്കി അദാലത്തിൽ ഇന്നത്തെ വിചാരണയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമ്മുടെ ജഡ്ജിയോട് തന്നെ നമുക്ക് ചോദിക്കാം. പപ്പി ലഹരി കോപ്പിക്കേറ്റ് എന്ന കുറ്റം അദ്ദേഹം സമ്മതിച്ചു. പക്ഷേ ഞാൻ ഒറിജിനൽ മ്യൂസിക്കും കമ്പോസ് ചെയ്യും, അതിൽ മെലോഡിയും ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇൻസ്പയർ ആണ് മ്യൂസിക് ഇടുന്നത്, കോപ്പി ചെയ്യുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നു. പപ്പി ലഹരി കോപ്പിക്കേറ്റ് എന്ന കാര്യം സമ്മതിച്ചതുകൊണ്ട് ഈ കോടതി അദ്ദേഹത്തെ കുറ്റവാളിയായാണ് കരുതുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ജൂനിയേഴ്സ് അദ്ദേഹത്തിന്റെ ഗാനം കോപ്പി ചെയ്യുന്നതുകൊണ്ട് ഇദ്ദേഹം കുറ്റം ചുമത്താത്തത് കാരണം ഈ കോടതി അദ്ദേഹത്തെ വിട്ടേക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ക്ലാസിക്കൽ മ്യൂസിക്കിലും പിന്നെ ഫോക്കിലും അദ്ദേഹം ശ്രദ്ധിക്കണം. വെസ്റ്റേൺ മ്യൂസിക്, വെസ്റ്റേൺ ക്ലാസിക്കൽ, പിന്നെ പോപ്പ് മ്യൂസിക്കിൽ ശ്രദ്ധ കുറയ്ക്കണം. പ്രേക്ഷകരോട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും എന്നെ കോപ്പി കാറ്റ് എന്ന് പറയുന്നു. എൻ്റെ ചില പാട്ടുകൾ ബോളിവുഡ് ഇൻഡസ്ട്രി ഉള്ളതുവരെ എൻ്റെ പാട്ടുകൾ കേട്ടുകൊണ്ടേയിരിക്കും. മ്യൂസിക് തരൂ. प्यार करते करते हम तुम कहीं खो जाएंगे इन्हीं बहारों के आंचल में थक के सो जाएंगे हम लौट आएंगे जब भी आपकी अदालत बुलाते रहना कभी अलविदा ना कहना कभी अलविदा ना कहना. थैंक यू. धन्यवाद.